ജയിൽ ചാടിയ ബലാത്സംഗ കൊലപാതക കേസിലെ കുറ്റവാളി ഗോവിന്ദചാമി മണിക്കൂറുകൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. തളാപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത്. ഒരു കൈയില്ലാത്ത ആളെ കണ്ട നാട്ടുകാരനായ ഒരാൾക്ക് സംശയം തോന്നിയതോടെയാണ് ഗോവിന്ദചാമിയെ തളാപ്പിലെ ഒരു വീട്ടിൽ നിന്നും പിടികൂടാനായത്. കണ്ണൂർ ബൈപ്പാസ് റോഡിൽ വെച്ച് വിനോജ് എന്നയാളാണ് ഗോവിന്ദചാമിയെ കാണുന്നത്. തലയിലൊരു ഭാണ്ഡം പിടിച്ചിട്ടുണ്ടായിരുന്നു. സംശയം തോന്നിയതോടെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും കൂട്ടി എടാ ഗോവിന്ദചാമി എന്ന് വിളിച്ചു. അതോടെ ഗോവിന്ദചാമി മതിൽ ചാടി ഓടുകയായിരുന്നു. ഉടനെ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് എത്തിയ ഉടൻ ഇയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് എടുത്തു ചാടി. നാട്ടുകാരും പോലീസും ചേർന്നാണ് ഗോവിന്ദചാമിയുടെ ഒറ്റ കൈയിൽ പിടിച്ച് വലിച്ചു പുറത്തെടുത്തത്. മുകളിൽ എത്താറായപ്പോൾ കിണറ്റിനരികിൽ നിന്നവർ മുഖത്തടിക്കുകയും തലമുടിയും കാൽപാദവും പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്തു. അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിലെ തനിച്ചു പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്തു ചാടിയത്. അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയർ പോലെയാക്കി. പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിംഗിൽ തുണി കുരുക്കി. അതേ തുണി ഉപയോഗിച്ച് ഇയാൾ മതിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് പുറത്തുനിന്നും ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നുവെന്നാണ് വിവരം. ഇതിന്റെയെല്ലാം ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞത് രാവിലെ 5 മണിക്ക് ശേഷമാണ്. സെല്ലിനകത്ത് ഇയാൾ ഇല്ല എന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടന്നു. അപ്പോഴേക്കും കൊടുംകുറ്റവാളിയായ ഇയാൾ ജയിലിന് പുറത്തു കടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. ശേഷം 7 മണിയോടെയാണ് പ്രതി ജയിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർ പോലീസിനെ അറിയിക്കുന്നത്. ഇതോടെയാണ് ജയിലിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. ഇതോടെ ജയിലിനുള്ളിലെ രാത്രിയിലെ പരിശോധന വെറും പ്രഹസനമായിരുന്നോ എന്ന ചോദ്യവും ഉയരുകയാണ്. കേരളത്തെ നടുക്കിയ സൗമ്യ വധക്കേസിലെ പ്രതിയായ ഗോവിന്ദചാമി ജയിൽ ചാടിയത് കേരളീയരെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ബ്ലോക്കിൽ പാർപ്പിച്ചിരുന്ന പ്രതിയാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയത് എന്നത് സുരക്ഷാ വീഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തോടെ സൗമ്യ വധക്കേസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. സൗമ്യ വധക്കേസിൽ സംഭവിച്ചത് ആദ്യമൊന്ന് ചുരുക്കി പറയാം. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സൗമ്യയെ ഗോവിന്ദചാമി ആക്രമിക്കുന്നു. ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ബലാത്സംഗം ചെയ്തു. 2011 ഫെബ്രുവരി 2 ഗോവിന്ദചാമിയെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സൗമ്യ മരിച്ചു. 2011 നവംബർ 11 ഗോവിന്ദചാമിക്ക് തൃശൂർ അതിവേഗ കോടതി വധശിക്ഷ വിധിക്കുന്നു. 2011 ഡിസംബർ മാസത്തിൽ 17-ാം തീയതി വധശിക്ഷയ്ക്കെതിരെ ഗോവിന്ദചാമി നൽകിയ അപ്പീൽ കേരള ഹൈക്കോടതി തള്ളി. തൃശൂർ അതിവേഗ കോടതിയുടെ വിധി ശരിവെച്ചു. 2014 ജൂലൈ 30 ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണോ എന്നറിയാൻ വിശദമായ വാദം കേൾക്കണമെന്നും കോടതി പറഞ്ഞു. പിന്നീട് 2016 സെപ്റ്റംബർ 8 ഗോവിന്ദചാമി സൗമ്യയെ കൊന്നതിന് തെളിവുണ്ടോ എന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. പ്രോസിക്യൂഷന് കോടതിയുടെ വിമർശനവുമുണ്ടായി. 2016 സെപ്റ്റംബർ 15 സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇനി കേസിലേക്ക് വിശദമായി തന്നെ വരാം. ആരായിരുന്നു സൗമ്യ? ഷൊർണൂർ മഞ്ഞക്കാട് മല്ലക്കൽ വീട്ടിൽ സൗമ്യ കൊച്ചിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു. BCom പഠനവും പിന്നീട് ചേർന്ന ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സും വീട്ടിലെ സാമ്പത്തിക പരാധീനത കാരണം മുടങ്ങി. ജോലിയിൽ നിന്നും പണം സ്വരൂപിച്ച് പഠനം തുടരാൻ ലക്ഷ്യമിട്ടാണ് കൊച്ചിയിൽ സൗമ്യ ജോലിക്ക് കയറുന്നത്. ഇതിനിടയിലാണ് സൗമ്യയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നത്. പെണ്ണുകാണൽ ചടങ്ങിനായാണ് 2011 ഫെബ്രുവരി 1 കൊച്ചിയിൽ നിന്ന് ഷൊർണൂർ പാസഞ്ചറിൽ സൗമ്യ വീട്ടിലേക്ക് യാത്ര പോകുന്നത്. ട്രെയിൻ ഷൊർണൂരിലെത്തുമ്പോൾ നേരം വൈകുമെന്നും സഹോദരനോട് സ്റ്റേഷനിൽ വരാൻ പറയണമെന്നും അമ്മയെ സൗമ്യ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ട്രെയിൻ വെള്ളത്തോൾ നഗർ സ്റ്റേഷൻ വിട്ടപ്പോൾ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായ സൗമ്യയെ ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമി ആക്രമിക്കുകയും ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവതിയെ പാളങ്ങൾക്കിടയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ സൗമ്യയുടെ താടിയെല്ല് തകരുകയും പല്ലുകൾ അടർന്നു പോകുകയും ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും ക്ഷതമേറ്റിരുന്നു. പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുമ്പോൾ ചെറുത്തുനിൽപ്പിനായി സൗമ്യ മാന്തി മുറിച്ചതിന്റെ 27 പോറലുകൾ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു.
ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപ്പാലത്തിൽ 4 ദിനം കഴിച്ചുകൂട്ടി. ഫെബ്രുവരി 6 മരണം സ്ഥിരീകരിച്ചു. ഇനി ആരാണ് ഗോവിന്ദച്ചാമി? പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഗോവിന്ദച്ചാമി എന്നാണ് സൗമ്യ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഗോവിന്ദച്ചാമി, ചാർലി, കൃഷ്ണൻ, രാജ, രമേശ് തുടങ്ങിയ പേരുകളിലെല്ലാമാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം എന്നിവിടങ്ങളിലെ കോടതികളിൽ നിന്നെല്ലാം ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഇയാൾക്ക്. ട്രെയിനിൽ യാത്രക്കാരിയെ ഉപദ്രവിച്ച് പണം കവർച്ച ചെയ്ത കേസിൽ സേലം കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയി. എറണാകുളം, ഷൊർണൂർ ഭാഗങ്ങളിൽ സൗമ്യ കൊലക്കേസിന് മുൻപും പ്രതിയെ നിരവധി തവണ കണ്ടവരുണ്ട്. തമിഴ്നാട് കടലൂർ ജില്ലയിൽ വിരുദാചലം, സമത്വപുരം, ഐവതക്കുടി സ്വദേശിയാണ് പ്രതി ഗോവിന്ദച്ചാമി. കരസേനയിൽ നിന്ന് വിരമിച്ചയാളുടെ മകനാണ് ഇയാൾ. ഗോവിന്ദച്ചാമിയുടെ ഏക ബന്ധുവായി പോലീസ് രേഖകളിലുള്ളത് സഹോദരൻ സുബ്രഹ്മണിയാണ്. ഇയാൾ സേലം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഗോവിന്ദച്ചാമിയിൽ നിന്ന് ശേഖരിച്ച വിലാസപ്രകാരമാണ് പോലീസ് ആദ്യം തമിഴ്നാട്ടിൽ പരിശോധനയ്ക്ക് ചെല്ലുന്നത്. എന്നാൽ വിലാസം വ്യാജമായിരുന്നു. പിന്നീട് ഗോവിന്ദച്ചാമിയുടെ രേഖാചിത്രം കാണിച്ച് സേലം പോലീസ് വഴി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേരള പോലീസിന് ലഭിക്കുന്നത്. സേലം, ഈറോഡ് റെയിൽവേ സ്റ്റേഷനുകളിലെ സ്ഥിരം മോഷ്ടാവായി പോലീസ് ഗോവിന്ദച്ചാമിയെ അടയാളപ്പെടുത്തിയതോടെയാണ് ഇയാൾ എറണാകുളം, ഷൊർണൂർ ഭാഗങ്ങളിലേക്ക് വന്നത് എന്ന് പോലീസ് പറയുന്നു. ഇനി സൗമ്യ കേസ് കോടതിയിലെത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. തൃശൂർ അതിവേഗ കോടതിയിൽ നടന്ന സൗമ്യ കേസിന്റെ വിചാരണയിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നതായി ജഡ്ജി രവീന്ദ്രബാബു പ്രസ്താവിച്ചു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് ഇതെന്ന് കോടതി കണ്ടെത്തി. കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ച ഇത്രത്തോളം ക്രൂരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് 2011 നവംബർ 11 വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും തൃശൂർ അതിവേഗ കോടതി വിധിച്ചു. കേരള ഹൈക്കോടതി തൃശൂർ അതിവേഗ കോടതിയുടെ വിധിന്യായം ശരിവെക്കുകയുമുണ്ടായി. കേസന്വേഷിച്ച പോലീസുകാരും ഇവിടെ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും വാദിച്ച അഭിഭാഷകരുമൊക്കെ സൗമ്യയുടെ ആത്മാവിനോട് പൂർണ്ണമായും ആത്മാർത്ഥത കാട്ടാൻ ശ്രമിച്ചു. 2011 നവംബർ 11 പ്രതിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊലപാതകം, ബലാത്സംഗം, വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ശിക്ഷ. പ്രതി മുൻപും ശിക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തൃശൂർ അതിവേഗ കോടതിയിൽ 11 ദിവസം കൊണ്ട് പൂർത്തിയാകുമെന്ന് കരുതിയ വിചാരണ നടപടികൾ 5 മാസം കൊണ്ടാണ് പൂർത്തിയായത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് വിചാരണ പൂർത്തിയാക്കിയത്. ആകെ 82 സാക്ഷികളെയാണ് പ്രതിഭാഗം വിസ്തരിച്ചത്. 43ഓളം തൊണ്ടിയും 101 രേഖകളും കേസിലേക്കായി കോടതിയിൽ സമർപ്പിച്ചു. 1000 ഏടുള്ള കുറ്റപത്രമാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചത്. എന്നാൽ കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ആകെ മാറിമറിഞ്ഞു. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച തൂക്കുകയർ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതിക്ക് നിഷ്പ്രയാസം അഴിച്ചെടുക്കാനായി. അപ്പീലിൽ സുപ്രീം കോടതിയിൽ കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെ വധശിക്ഷ 7 വർഷത്തെ കഠിന തടവായി കുറച്ചു. ഒപ്പം സുപ്രീം കോടതി ബലാത്സംഗ കുറ്റം അംഗീകരിക്കപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഇരയോട് കാണിച്ച ക്രൂരത കണക്കിലെടുത്ത് ജീവപര്യന്തം തടവ് ശിക്ഷയും അംഗീകരിച്ചു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്നായിരുന്നു വിധി. സുപ്രീം കോടതി 6 ബെഞ്ച് ഏപ്രിൽ 28, 2017 കേരള ഗവൺമെന്റ് നൽകിയ തിരുത്തൽ ഹർജിയും തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി മുൻ ജഡ്ജിയും പ്രഗത്ഭ നിയമജ്ഞനുമായ ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ഈ വിധിയെ ശക്തമായി വിമർശിച്ച് രംഗത്തെത്തിയതും ശ്രദ്ധേയമായിരുന്നു. ഇനി ഗോവിന്ദച്ചാമി ഇപ്പോൾ ജയിൽ ചാടിയത് എങ്ങനെയെന്ന് നോക്കാം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷ അനുഭവിക്കവെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തെത്തിയത്. തുടർന്ന് പുലർച്ചെ 1:15 ഇയാൾ ജയിൽ ചാടുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തെത്തി ഗോവിന്ദച്ചാമി. തുടർന്ന് മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു. തുണി ചേർത്ത് കെട്ടി അതുപയോഗിച്ച് വടമാക്കിയാണ് അയാൾ പുറത്തേക്ക് ചാടിയത് എന്നാണ് വിവരം. പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. സെല്ലിനകത്ത് ഗോവിന്ദച്ചാമി ഇല്ല എന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്.
പിന്നാലെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു.